ചില വാപ്പാരൊക്കെ എന്തേ സൂക്കേടുണ്ടെങ്കിൽ പോലും മിണ്ടാതെക്കുന്നത് മക്കളെ പേടിച്ചിട്ടാണ്. ഇനിയിപ്പം അതിൻ്റെ കൂടെ ഓനൊരു ചെലവ് വരുത്തി വെച്ചാൽ ഓൻ്റെ ആ വെറുത്ത മുഖം കാണാനാകില്ല, അല്ലെങ്കിൽ ഓൻ്റെ ഒക്കെ ഞാൾ കൂടെയുള്ള ഇഷ്ടമല്ല എന്നെങ്ങാനും നമ്മളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ മക്കള് ഈ ദുനിയാവെന്ന് അതിൻ്റെ 1000 മടങ്ങ് അനുഭവിപ്പിച്ചിട്ടല്ലാതെ പടച്ചോൻ തിരിച്ചു വിളിക്കൂലെന്നാ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്തിനാ ഇത്രക്ക് പറയുന്നതെന്ന്. എൻ്റെ കൂടെ എൻ്റെ അമ്മയും വാപ്പയും, പക്ഷെ 4 ദിവസം എൻ്റെ പെങ്ങളാടെ പോയി നിൽക്കാൻ 4 അല്ല 1 ദിവസം പോയിക്കുമ്പോഴേക്കും ഞാൻ ഒറ്റപ്പെട്ടു പോലെ എനിക്ക് തോന്നും. എൻ്റെ അഡ്രസ്സ് ഇല്ലാതായി പോയതുപോലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മളെ അഡ്രസ്സ് ആരാ? വാപ്പയും അമ്മയും. അവരുള്ള കാല സൗഭാഗ്യത്തിൻ്റെ കാലം. ഞാനിപ്പോഴും ഈ ഇരുചക്രവാഹനത്തിലും 4 ചക്രവാഹനത്തിലും സുരക്ഷിതനായി എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കാനും എൻ്റെ മക്കൾക്ക് വാപ്പയായിട്ടും തിരിച്ച് വീട്ടിലെത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ ഉമ്മാൻ്റെ നാവാ, എൻ്റെ വാപ്പാൻ്റെ പ്രാർത്ഥനയാ. തൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാന്റെ വഹീനു വേണ്ടി കയറി ചെന്ന മൂസാ നബി കാല് വെച്ച് കുത്തി വീഴാൻ പോയപ്പം മൂസാ നബിക്ക് തന്നെ ഒരു സംശയം, അള്ളാന്റെ ഒരു കാര്യത്തിന് വന്നിട്ട് ഞാനിതാ വെച്ചു കുത്തി വീഴാൻ പോകുന്നു. ആകാശത്ത് നിന്ന് അശരീരി വന്ന്, മൂസാ എൻ്റെ ഉമ്മ എൻ്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട്, ആ നാവിൻ്റെ കാവൽ എനിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ മൂസാ. ആ കാവലിൻ്റെ ധൈര്യ മനുഷ്യരെ എനിക്ക് നിങ്ങൾക്കുള്ളത്. അത് ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല, പിന്നെ മരിച്ചിട്ട് ബോധ്യപ്പെട്ട ഒരു കാര്യവുമില്ല. വാപ്പാക്ക് ഇനി എന്ത് ചെയ്തു കൊടുക്കണമെന്ന് വാപ്പാന്റെ മരിച്ചതിന് ശേഷം ഓർമ്മ വരുന്നതെങ്കിലേ, ഉമ്മക്ക് ശേഷം ഓർമ്മ വരുന്നതെങ്കിലേ അത് തീരൂല, മനസ്സിൽ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നും പോകൂല. ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന ഒരു നീറ്റലായി പോകും. ഇനി ഇതൊക്കെ കേൾക്കുമ്പം ചില വാപ്പാർക്കും ഉമ്മാർക്കും തോന്നും ഇതൊക്കെ എൻ്റെ മക്കൾ കേൾക്കേണ്ടതായിരുന്നു എന്ന്. അഥവാ മക്കളെ മാത്രം വാപ്പാരുമാരെയും നോക്കിയാൽ മതി, വാപ്പാർക്കുമാർക്കും മക്കളോട് വേറെ ബാധ്യതയൊന്നുമില്ല എന്നാ ചില വാപ്പാരെയുമാരെയും ധാരണ. അല്ല, സ്നേഹം കിട്ടാൻ അർഹതയുള്ളത് സ്നേഹം കൊടുത്തവർക്കാ. മല്ലാ യർഹം ലാ യുർഹം. സ്നേഹവും കാരുണ്യവും കൊടുക്കാത്തവർക്ക് അത് തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് രക്ഷിതാക്കളും മക്കൾക്കിടയിൽ നീതിയോടെ ജീവിക്കണം, പെരുമാറണം. ഒരു മക്കൾക്കിടയിലും വേർതിരിവ് കാണിക്കരുത്. അത് സ്നേഹത്തിലാവട്ടെ, സ്വത്തിലാവട്ടെ, പരിഗണനയിലാവട്ടെ. ചില ആളുകൾക്ക് ചില മക്കളോടൊരു പ്രത്യേക താല്പര്യ, ചെറുപ്പത്തിലേ തുടങ്ങും. ഇമ്മ എവിടെ കല്യാണത്തിന് പോകുമ്പോഴും കൊണ്ടടക്കുന്ന ഒന്നിനെയായിരിക്കും. അതെന്താ? അതിനെനിക്ക് തോന്നുക വേഗം, മറ്റേനെയോ അതിനെനിക്ക് തോന്നൂല. അങ്ങനെ ഒരു വേർതിരിവില്ല. എന്തെങ്കിലും പലഹാരങ്ങളോ സാധനങ്ങളോ കിട്ടിയാൽ ചിലതിന് കൊടുക്കും, ചിലതിന് കൊടുക്കൂല. ഇനി വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധി ഉള്ളതിനോടൊരു പ്രത്യേക താല്പര്യം. ഓന്റെ MPTക്ക് പോകും, ഓന്റെ മാതൃസംഗമത്തിന് പോകും. മറ്റോ പറയും എൻ്റെനും വരണം, ഇപ്പം എൻ്റെനും വരണം, അതിന് പോവില്ല. കേട്ടോ ചോദിക്കും, നിങ്ങൾ താത്തൻ്റെന് പോയില്ല, എൻ്റെന് വന്നില്ലല്ലോ, ഓള് പഠിച്ച് വാങ്ങിക്ക്, എൻ്റെ ഇപ്പം എന്തിനാ പോണ് എന്ന് ചോദിക്കും ചിലര്. മക്കളുടെ മനസ്സിൽ ആ വേർതിരിവ് വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളോട് വേർതിരിവ് മാത്രം കാണിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ചില വാപ്പാരെല്ലാ സ്വത്തും കൂടി ഒരുത്തനെ എഴുതി കൊടുക്കുന്നത് കാണാം. ചില വാപ്പാര് കണ്ണായ സ്ഥലം നോക്കിയിട്ട് ഒരുത്തന് വസിയത്ത് പറഞ്ഞു ചോന്ന് കാണാം. ലാ വസിയത്തെ ലിമൻ ലാ വാരിസലഹു. അനന്തരെടുക്കുന്ന മക്കൾക്കൊരു വാപ്പ വസിയത്ത് ജീവിച്ചിരിക്കുമ്പോൾ എഴുതി വെക്കാൻ പാടില്ല എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. ഇനി അങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മക്കളും ആ വിവരം അറിയുകയും വേണം. ഇനി എൻ്റെ വിവരക്കേടാണ് നിങ്ങളെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് തിരുത്തി തരും. അതല്ല, മറ്റു മക്കൾ അറിയാതെ ഏതെങ്കിലും ഒരു മക്കൾക്ക് വാപ്പാരങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത് ഒരു വാപ്പയും ഉമ്മയും അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ചു, നോമ്പോറ്റു, നിസ്കരിച്ചു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. പക്ഷേ അവർ മരണനേരത്ത് അനന്തര സ്വത്തിൽ ഒരു അതിക്രമം കാണിച്ചാൽ ബഹുവ ഫിന്നാർ, അവർ നരകത്തിലായിരിക്കും. മരിക്കാൻ നേരത്തെ എഴുതി വെക്കുന്ന അനന്തര സ്വത്ത് കൊണ്ട് മാത്രം നിങ്ങൾ നരകാവകാശിയായി പോകും. ചില മക്കൾക്ക് കൊടുക്കും, എന്നിട്ട് പറയും ഓനാണല്ലേ, ഓന് നയിച്ചുണ്ടാക്കിയാൽ പോരെ, ഞാൻ 5 മോക്കല്ലേ കൊടുത്തതെന്ന്. ചില മക്കളുണ്ട് ഉള്ളത് നനഞ്ഞടം കുഴിച്ചിട്ട് ഉമ്മാനോട് വസൂലാക്കാനും വാപ്പാനോട് വസൂലാക്കാനും പോരുന്നവരും. ആങ്ങളെയോ ആങ്ങളെ അഷ്ടിക്ക് വകല്ലാണ്ട് ഒരു പുരക്കാൻ സ്ഥലമല്ലാണ്ട് വെപ്രാളപ്പെട്ട് നടക്കുകയായിരിക്കും. എന്തേ ആങ്ങളനോടുള്ള വെറുപ്പ്? ഞാള് പറഞ്ഞ് കേൾക്കാണ്ട് പോയിട്ട് ഒരു സാധുവിനെ പോയി കെട്ടിയതാ, ഒരു കൊടുക്കട്ടെ. ഇതൊക്കെയാ ദീനുള്ള കുടുംബത്തിലെ ചില വാപ്പാര് ഉമ്മാര് പറയാ. നാളെ ഒരുത്തം പറഞ്ഞു, ഉസ്താദേ ഞാൻ ഒരു കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കെട്ടണം എന്ന് കരുതിയതാ. ഞാൻ ചോദിച്ചു പിന്നെ എന്ത് പറ്റി? അത് ഉമ്മാക്കും വാപ്പാക്കും ഇഷ്ടമായില്ല. ഞാൻ ചോദിച്ചു എന്തേ? ഒന്നുമില്ല, ആ കുടുംബത്തിലെ 4ാമത്തെ പെൺകുട്ടിയാണത്. ഞാൻ ചോദിച്ചു അൽഹംദുലില്ലാ, ആ വാപ്പയമ്മയും സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരാ. ഒരാൾക്ക് ആദ്യത്തത് പെണ്ണാവുകയും 3 പെണ്ണ് കിട്ടുകയും ചെയ്താൽ അവർ അള്ളാന്റെ സ്വർഗത്തിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു എന്നാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ഇവന്റെ അമ്മയും വാപ്പയും പറഞ്ഞ പോലെ ആ അമ്മന്റെ പാരമ്പര്യം എനക്കയക്കി കിട്ടോ കിട്ടുക. ആ അമ്മക്ക് 4 പെണ്ണ, അവസാനത്തും കൂടിയാണെങ്കിൽ ബാക്കി എല്ലാം എനക്കും പെണ്ണായിക്കും. ഇതാരെ പറഞ്ഞ് 5 വക്ത് നേരം തെറ്റാണ്ട് പള്ളിക്ക് പോകുന്നോല്, നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ്സിലും പങ്കെടുക്കുന്നോല്,
വരാനൊരാങ്ങള ഉണ്ടാവൂല, ഇനി അഥവാ വെളിച്ചാൽ ഒരു ആങ്ങള വരാനില്ല. ഇതൊക്കെയാ ചിലരെ പരാതി. എന്നിട്ട് നമ്മൾ പറയാ പുരോഗമനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ മുസ്ലിമീങ്ങളെന്ന ഇസ്സത്തിന്റെ ആദർശത്തിന്റെ വക്താക്കളെ നമ്മൾ കുറ്റല്ലോ. കാര്യത്തോടടുക്കുമ്പം ചിലരൊക്കെ അങ്ങനെയാ. ദീനുള്ള ചെറുപ്പക്കാരൻ 4-5 താടിയും നീട്ടിയിട്ട് പെണ്ണിനെ ആലോചിക്കാൻ വന്നാൽ പറയും, അത്ര ഈ മാളുടെ അടുത്തിലേക്കൊന്നും കൊടുക്കണ്ടട്ടോ, നമ്മളെ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്താ? അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാർ, ഇടക്കിടക്ക് സിനിമ, നാട്ടിലുള്ള തുള്ളല്, എല്ലാ ഗാനമേളയിലും പോകണം. ഇതാരാ പറയുന്നത്? ദീനുള്ള കുടുംബത്തിൽ നിന്ന് മതീന്ന് പടച്ചോന്റെ മുൻപിൽ അഭിനയിക്കുന്നവര്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, മക്കളോട് ചില ബാധ്യത ഉണ്ട്. അവരെ സ്നേഹത്തിൽ അവഗണന കൊടുക്കരുത്. മരുക്കളോടും ഞാനിത് പറയട്ടെ, മക്കൾക്കാണ് രക്ഷിതാക്കളെ നോക്കാൻ ബാധ്യത കൂടുതൽ. ആ മക്കള് മരുക്കളും കൂടിയും സംരക്ഷിക്കപ്പെടുമ്പോഴാണ് അത് പൂർണ്ണത വരിക. പക്ഷെ ആ മരുക്കളോട് ആ വേർതിരിവ് ചില അമ്മമാര് കാണിക്കും. ചിലർ പറയും, മൂത്തോളമ്മ മോളെ എന്നാ വിളിക്കുക, കാക്കൻ്റെ ഓള, എന്നെയോ എന്നെ പേരെടുത്താ വിളിക്കുക. എന്താ? മൂത്ത കാക്കൻ്റെ ഓള് അത്യാവശ്യം തറവാട്ടിൽ നിന്ന് വന്നോളാ, അതുകൊണ്ട് ഓളെ മോളെ എന്നാ വിളിക്കുക. ഇവിടെയോ നദീറ അങ്ങോട്ട്, നദീറ പോയിക്കോ എന്നാ വിളിക്കുക. നോമ്പുറൊക്കെ ഉണ്ടാകുമ്പോൾ മൂത്തോള പുരയിലേക്ക് ഉമ്മ പെട്ടെന്ന് പോകും. എന്താ? ആടെ അത്യാവശ്യം കായും പൈസയും ഒക്കെ ഉണ്ട്. ഓലുമ്മാനങ്ങനെ സൽക്കരിച്ച് സോപ്പിടും. ഇളയോന്റെ വീട്ടിലോ ആടെ ഓല എങ്ങനെയോ കഴിഞ്ഞുകൂടുക, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വലിയ താല്പര്യമല്ല. എന്നിട്ട് ഇതേ രക്ഷിതാക്കള് അവസാനം സംരക്ഷണം ഇല്ലാതാവുമ്പം പറയാ, ഇഞ്ഞോള് നോക്കണില്ല, ഓളെ സർവ്വ കുറ്റം അപ്പുറത്തെ പുരയിൽ പോയി പറയും. ആയുസുള്ളപ്പം ചെയ്ത നന്മകളെ കൊണ്ടേ നമുക്ക് തിരിച്ചും സ്നേഹം കിട്ടൂ. ഞാനിപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ മജീദ് മാഷ് എനിക്ക് പരിചയമുണ്ട് എന്ന് കരുതുക. ഞാനൊന്ന് മജീദ് മാഷ നോക്കി ചിരിച്ച്, മൂപ്പര് ചിരിക്കണില്ല. ഞാനിങ്ങനെ അകത്തേക്ക് കയറി അകത്തുനിന്ന് കട്ടൻ ചായൊക്കെ കുടിച്ച് മൂപ്പര് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഒന്നും കൂടി ചിരിച്ച്, അയാൾ ചിരിക്കണില്ല. അപ്പം എൻ്റെ മനസ്സിൽ വാശി തോന്നി. ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് മൂപ്പര് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് ചിരിച്ച്, ഞാൻ ചിരിച്ചില്ല. എന്താ? 2 തവണ ഞാൻ ചിരിച്ചിട്ട് എന്നോട് ചിരിക്കാത്തനോട് ഞാൻ ചിരിക്കുമോ? ഇതന്നെ ഉള്ളും കുടുംബത്തിൽ. കൊടുത്താലേ കിട്ടൂ. അത് കൊടുക്കേണ്ട സമയത്ത് അവനാന്റെ തറവാടിന്റെ വലുപ്പവും വീറും വാശിയും കാണിച്ച് മസിലും പിടിച്ച് ജീവിച്ച് ഈഗോയും പത്രാസും പവറും കാണിച്ചിട്ട് നാട്ടിലും മുഴുവനും മക്കളെ കുറ്റവും പറഞ്ഞു നടന്ന് അവസാനം മൂലക്കായി എന്ന് തോന്നുമ്പം പിന്നെ എനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന മാതാക്കളല്ല അല്ല പറഞ്ഞ പരിചയപ്പെടുത്തിയ മാതാപിതാക്കള്. ജീവിച്ചിരിക്കുമ്പം ഓരോ മക്കളെയും മരുക്കളെയും സ്വന്തം ജീവനെ പോലെ കരുതുന്നവരാകണം, സ്നേഹിക്കുന്നവരാകണം, സംരക്ഷിക്കുന്നവരാകണം. സ്വന്തം മാതാപിതാക്കളെ സമാധാനത്തോടെ പരിഗണിക്കലാ മുഖ്യം. ഞാൻ ഭയങ്കര പ്രസംഗം നിങ്ങൾ കരുതിക്കോ, പക്ഷെ എൻ്റെ വാപ്പറിയോ അവന് പ്രസംഗം തന്നെ ഉള്ളിട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല. നാട്ടിൽ അങ്ങനെ ഉണ്ട് കുറേ മനുഷ്യന്മാര്. ഇസ്ലാം ഉണ്ടാക്കാനും ദീൻ ഉണ്ടാക്കാനും പരക്കം പായും, വാപ്പനെയും ഇമ്മനെയും നോക്കാൻ നേരം കിട്ടൂല. നാട്ടിൽ പേരുണ്ടാകും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്ര ബന്ധമാണത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഓരോ കുടുംബങ്ങളും ഓരോ കുടുംബത്തിലും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അന്വേഷിക്കണം. എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നിടത്ത് ആ കെട്ടുറപ്പ്. അല്ലാതെ ഏതെങ്കിലും ചില ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം ഒരുമിച്ച് കൂടി സന്തോഷിക്കലല്ല പുണ്യം. എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സമാധാനക്കേടില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് കിട്ടുന്നൊരു ഇസ്സത്തും സമാധാനവും ഉണ്ടല്ലോ. അതാ അയൽപ്പക്ക വേദിയുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ കണ്ണി. അതാ സമാധാനം.